ഈ 10 വർഷത്തെ തുടർച്ചയായിട്ടുള്ള ധനഭരണം കാരണം ഏറ്റവും വലിയ ഒരു തകർച്ച നേരിട്ട ഒരു രംഗം സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതിയാണ്. ഒന്ന് ആലോചിക്കൂ, എക്സൈസ് നികുതി നെഗറ്റീവ് ഗ്രോത്ത് റേറ്റാണ് 24-25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് ഒരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സർക്കാരിൽ നിന്ന് കടം വാങ്ങിച്ച തുക തിരിച്ചടയ്ക്കേണ്ടത് തന്നെ ഏതാണ്ട് 25,000 കോടി രൂപയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ശരിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിനെ മുഴുവനും നമ്മളിങ്ങനെ തകർത്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇതിനെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് എളുപ്പമല്ല, അതിന് സമയമെടുക്കും. നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നിലവിലുള്ള സാമ്പത്തിക സ്ഥിതി എന്താണ്? മുൻ സർക്കാർ ഖജനാവിലെ പണമെല്ലാം തന്നെ തീർത്തുകൊണ്ടാണ് പോയത് എന്നാണ് പറയപ്പെടുന്നത്. അതേസമയം തന്നെ നിലവിലുള്ള ധനസ്ഥിതി മോശമാണ് എന്നാണ് ധനവകുപ്പ് നിലവിലിപ്പോൾ വ്യക്തമാക്കുന്നത്. അതുകൂടാതെ എല്ലാ വകുപ്പുകളും ചെലവ് ചുരുക്കണം എന്നുള്ള ഒരു നിർദ്ദേശവും ധനവകുപ്പ് നിലവിലിപ്പോൾ നൽകിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ മറുനാടനോട് പ്രതികരിക്കുകയാണ് 5ാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനായിരുന്ന, അതുകൂടാതെ പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായിരുന്ന, സാമ്പത്തിക വിദഗ്ധൻ കൂടിയായ ഡോക്ടർ BA പ്രകാശ്. സാർ, നിലവിലുള്ള സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി എങ്ങനെയാണ് വിലയിരുത്തുന്നത്? വരുമാനത്തിൽ വർധനവുണ്ടായി എന്നെല്ലാം തന്നെ പറയുന്നു. അതായത് നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇവിടെ ഒരു LDF സർക്കാർ ഭരണം നടത്തി. അപ്പോൾ ആ കാലഘട്ടത്ത് വലിയ ഒരു തകർച്ചയാണ് സംസ്ഥാനത്തിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ടാക്കിയിട്ടുള്ളത്. ധനകാര്യ രംഗത്തും വലിയൊരു തകർച്ചയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ എടുക്കൂ, പബ്ലിക് സർവീസ് കമ്മീഷനെ ഒരു പാർട്ടി കമ്മീഷനാക്കി പിന്നീട് പാർട്ടിയുടെ ആളുകൾ മാത്രം എടുക്കുന്ന രീതിയിലേക്കൊന്ന് മാറ്റി. അതുപോലെ പിന്നെ ഈ ശബരിമലയിലാണെങ്കിൽ ഉണ്ടായിരുന്ന സ്വർണത്തിന് മുഴുവനും ശബരിമല അമ്പലത്തിലുണ്ടായിരുന്ന സ്വർണം മുഴുവനും ചെമ്പായി മാറി, അടിച്ചു മാറ്റി. അതായത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്നീട് സ്ഥാപനങ്ങളും അവരുടെ പ്രസ്ഥാനങ്ങളും ഒക്കെ വലിയ വളർച്ചയുണ്ടാക്കി. പിന്നെ വേറൊരു കാര്യം ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അതായത് ഈ ധനഭരണം നേരെ കൊണ്ടുപോകുന്നതിന് പകരം നമ്മൾ ബഡ്ജറ്റിന് പുറത്ത് കിഫ്ബി എന്നുള്ളൊരു പ്രസ്ഥാനം വെച്ച് നമ്മളിതെല്ലാം നടപ്പിലാക്കും എന്നുള്ള നിലയിലേക്ക് പോയി. അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അപ്പോൾ ഒരുപാട് മേഖലകളിൽ പിന്നീട് വലിയൊരു തകർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ ഏറ്റവും വലിയ ഒരു തകർച്ച ഉണ്ടായിരിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ ധനകാര്യസ്ഥിതിയാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ സർക്കാർ ഫങ്ഷൻ ചെയ്യണമെങ്കിൽ അടിസ്ഥാനമായിട്ട് വേണ്ടത് ധനസ്ഥിതി. ആ ധനസ്ഥിതിയിലും വലിയ തകർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ചില കണക്കുകൾ നമ്മളിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ 24-25 സംസ്ഥാന സർക്കാർ മേടിച്ചിരിക്കുന്ന മൊത്തം കടമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 1.5 ലക്ഷം കോടി രൂപകളാണ് കടമെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. എല്ലാം കടമെടുത്ത് നടപ്പിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഞാനീ പറഞ്ഞത്, ഈ 10 വർഷത്തെ തുടർച്ചയായിട്ടുള്ള ധനഭരണം കാരണം ഏറ്റവും വലിയ ഒരു തകർച്ച നേരിട്ട ഒരു രംഗം സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതിയാണ്. അതായത് സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി ഒരു തരത്തിലും പരിഗണിക്കാത്ത രീതിയിലുള്ള ധനധൂർത്ത് നടപടികൾ എല്ലാ മേഖലയിലും നടപ്പിലാക്കി അങ്ങനെ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി പൂർണ്ണമായിട്ട് കരകയറാൻ കഴിയാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തി നിൽക്കുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇവിടെ ഈ UDF സർക്കാർ അധികാരത്തിൽ വന്നത്. അവർ വന്നിട്ടിപ്പോൾ 2 മാസമായുള്ളൂ. അപ്പോൾ പല മേഖലകളിലും ഒരു തിരുത്തൽ അല്ലെങ്കിൽ ഒരു കറക്ഷൻ ഈ സർക്കാർ ഇപ്പോൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇപ്പോൾ ഈ മുഴുവനും തകർന്നു കിടക്കുന്ന ഒരു സംവിധാനം, ശരിയായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിനെ മുഴുവനും നമ്മളിങ്ങനെ തകർത്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇതിനെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് എളുപ്പമല്ല, അതിന് സമയമെടുക്കും. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ആദ്യത്തെ ഒരു നടപടി എന്നുള്ള നിലയിൽ ഈ ധനസ്ഥിതി മെച്ചമാക്കാനായിട്ടുള്ള കുറച്ചൊരു നടപടികൾ സർക്കാർ എടുത്തിട്ടുണ്ട്. ഒരു ബഡ്ജറ്റ് പാസ്സാക്കി, ഒരു റിവൈസ്ഡ് ബഡ്ജറ്റ് പാസ്സാക്കി. ഒരുപക്ഷെ നികുതി വരവ് ഗണ്യമായി കൂട്ടാനായിട്ടുള്ള ഒരു നടപടികളും സ്വീകരിച്ചതായിട്ട് കാണുന്നു. ഈ 24-25 സ്ഥിതി എന്താണെന്നറിയാമോ? നമ്മുടെ എക്സൈസ് നികുതി വരുമാനം നെഗറ്റീവായിരുന്നു. ലോകത്തെവിടെയെങ്കിലും നമ്മുടെ കേരളം പോലെ ഒരു നാട്ടിൽ എക്സൈസ് നികുതി വരുമാനം നെഗറ്റീവായിരിക്കും? ഒരിക്കലും വരില്ലല്ലോ.
അതുപോലെ തന്നെ സംസ്ഥാനത്തിൻ്റെ നികുതി വരവിൻ്റെ വർധന തീരെ കുറഞ്ഞിരുന്നു. എന്ന് പറയുമ്പോൾ ഈ സംസ്ഥാനത്തിൽ നികുതി നൽകുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ കച്ചവടക്കാർ, പിന്നെ ഉദ്യോഗസ്ഥർ, ഇവർ പിന്നെ ഉദ്യോഗസ്ഥർ, കച്ചവടക്കാർ, നികുതി കൊടുക്കുന്ന ആളുകൾ, ഇവർ തമ്മിലൊരു കൊള്യൂഷൻ ഉണ്ടായി വലിയ തോതിൽ നികുതി വെട്ടിപ്പ് നടത്തുന്ന ഒരു സംവിധാനം നമ്മുടെ ഒരു സംവിധാനത്തിൻ്റെ പല മേഖലയിലുണ്ടായി. അത് കുറേ നാൾ തുടർച്ചയായിട്ടുള്ള ഒരു ഗവൺമെൻറ് ഇരിക്കുമ്പോൾ അത്തരത്തിലുള്ളൊരു മാറ്റം വരും. അതുമൂലം എന്താണ്, നികുതി കിട്ടുന്നില്ല. ഒന്ന് ആലോചിക്കൂ, എക്സൈസ് നികുതി നെഗറ്റീവ് ഗ്രോത്ത് റേറ്റാണ് 24-25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സംസ്ഥാനത്തിൻ്റെ നികുതി വരുമാനം തന്നെ ഏതാണ്ട് 3%, 4%. അത് സംസ്ഥാനത്തിൻ്റെ GDP ഗ്രോത്ത് 10%. അപ്പോൾ ഈ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്തെ വളരെ മോശമായിട്ടുള്ള, അല്ലെങ്കിൽ ഒന്നും പരിഗണിക്കാത്ത, ധനസ്ഥിതി പരിഗണിക്കാത്ത, അല്ലെങ്കിൽ നികുതി പിരിവ് മെച്ചമാക്കാനായിട്ടുള്ള ഒരു ശ്രമവും നടത്താത്ത, അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഒരു സംവിധാനത്തോടുകൂടി സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി പാടെ തകർന്നു നിൽക്കുന്നു. അവിടെ നിന്നാണ് ഇതിൽ നമ്മളിപ്പോൾ ഈ മാറ്റം വരുത്തേണ്ടത്. ഇപ്പോൾ കാണുന്ന ഒരു കാര്യം, എനിക്ക് തോന്നുന്നു നികുതി പിരിവിൽ ഉദ്യോഗസ്ഥന്മാർക്ക് വളരെ കർശനമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അതിൻ്റെ ഒരു ചെറിയൊരു പ്രതിഫലനം വന്നായിട്ട് കാണുന്നു. ഈ സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യപാദം തനത് നികുതി വരുമാനത്തിൽ കാര്യമായ ഒരു വർധന ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഏതാണ്ട് 5000 കോടി രൂപയുടെ വർധനയാണ് ഈ ഉണ്ടായിട്ടുള്ളത്. അതൊരു വലിയ റെക്കോർഡായിട്ടുള്ള ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും ധനസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഒരു സൂചനയായിട്ട് കാണാം. ഇനി അതായത് കുറച്ചുകൂടെ ഈ വർഷം, ഒരു വർഷത്തെ ഒരു പ്രോഗ്രസ് കണ്ടാലേ നമുക്ക് ഇതിൽ എത്രത്തോളം ഒരു വ്യത്യാസം വന്നു എന്ന് പറയാൻ കഴിയുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ ഒരു സൂചനകൾ കാണിക്കുന്നത് സംസ്ഥാനത്തിൻ്റെ നികുതി വരവ് വർദ്ധിപ്പിക്കാനായിട്ടുള്ള ചില നടപടികളിലേക്ക് വന്നിട്ടുണ്ടെന്നാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഒരുപാട് മേഖലയിൽ അനാവശ്യ ചെലവുകൾ നിലനിൽക്കുന്നു, ഒരുപാട് ധനധൂർത്ത ചെലവുകൾ നിലനിൽക്കുന്നു, ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്ഥിതിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ്. അതൊക്കെ ഒരു രാഷ്ട്രീയ നേതാക്കളാണ് അതിൻ്റെ തലപ്പത്തൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ ഇതെല്ലാം ഒരു തട്ടിപ്പ് സംഘം പോലെയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു സ്കൂട്ടർ, അതായത് ഇവിടെ ഒരു 3 വീലർ ഒരു ഫാക്ടറി ഉണ്ട് ഇവിടെ നെയ്യാറ്റിൻകരയിൽ. ഒന്ന് ആലോചിച്ച് നോക്കി, എത്ര കോടി രൂപയാണെന്നറിയാം കൊടുത്തിരിക്കുന്നവർക്ക്. 3 വീലർ ഉണ്ടാക്കാൻ കൊടുത്തിരിക്കുന്നു, കടം കൊടുത്തിരിക്കുന്നു, മൊത്തം തുടർച്ചയായിട്ടുള്ള നഷ്ടം. എന്നാലും നമ്മൾ 3 വീലർ ഫാക്ടറി നമ്മളിവിടെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സർക്കാരിൽ നിന്ന് കടം വാങ്ങിച്ച തുക തിരിച്ചടയ്ക്കേണ്ടത് തന്നെ ഏതാണ്ട് 25,000 കോടി രൂപയുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ അവർ ധരിക്കണമെന്ന് അറിയാം, ഈ സർക്കാർ കടമെന്നൊക്കെ പറഞ്ഞാൽ ചുമ്മാ നമ്മളിങ്ങനെ വാങ്ങിക്കുന്നു, അത് ചിലവാക്കുന്നു, അതൊന്നും തിരിച്ചടയ്ക്കേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് പോയിരിക്കുന്നു പൊതുമേഖലാ സ്ഥാപനങ്ങൾ. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരണം. അതോടൊപ്പം തന്നെ നമ്മൾ ഈ 5 വർഷത്തിലുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണമാണെന്ന് കേരളത്തിൻ്റെ ധനസ്ഥിതി തകർക്കുന്നതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യം. ഈ കഴിഞ്ഞ സർക്കാർ അവരെ ആൾറെഡി 5 വർഷത്തിലുള്ള ഒരു ശമ്പള പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കി. രണ്ടാമത്തെ ശമ്പള പെൻഷൻ പരിഷ്കരണത്തിനായിട്ട് കമ്മീഷനെ നിയമിച്ചിട്ടാണ് പോയത്. എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ 24 സംസ്ഥാനങ്ങളും 10 വർഷത്തിലുള്ള ഒരിക്കലും ശമ്പള പെൻഷൻ പരിഷ്കരണം നടത്തി അവരുടെ ധനസ്ഥിതി മെച്ചമായി നിർത്തുമ്പോൾ നമ്മളിവിടെ എന്താണ് ചെയ്തിരിക്കുന്നത്? 5 വർഷത്തിലുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണം നടത്തി നാട് മുടിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഈ ശമ്പള പരിഷ്കരണത്തിൻ്റെ ബാധ്യതയെല്ലാം PF ലയിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. PF ലയിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടം വാങ്ങിക്കുന്നതിന് തുല്യമാണ്, കടം വാങ്ങിച്ച് അതിൻ്റെ തുക കൊടുക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഈ തരത്തിൽ എല്ലാ രംഗത്തും വലിയ തകർച്ച വന്ന് തകർന്നു കിടക്കുന്ന ഈ സംവിധാനത്തിൽ കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ട്. ഒരു പക്ഷേ ഇനി എത്രത്തോളം അനാവശ്യമായിട്ടുള്ള ചിലവുകൾ ഈ സർക്കാർ വെട്ടിക്കിറക്കാൻ പോകുന്നു, അല്ലെങ്കിൽ മറ്റ് മേഖലകളിൽ എത്രത്തോളം കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ പോകുന്നു എന്നുള്ളതെല്ലാം നമ്മൾ കണ്ടാൽ നമുക്ക് എനിക്ക് തോന്നുന്നു ഒരു വർഷത്തെ അവരുടെ ഒരു പ്രവർത്തനം കണ്ടാൽ നമുക്ക് കുറെ കൂടെ മെച്ചമായിട്ട് പറയാം. തൽക്കാലം ഇവരുടെ ഈ നടപടികൾ, പ്രത്യേകിച്ച് ഈ റിവേഴ്സ്ഡ് ബഡ്ജറ്റ്, അതോടൊപ്പം തന്നെ വികസനത്തിന് വലിയൊരു അടിസ്ഥാന ഘടക വികസനത്തിന് വലിയൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ്. നമ്മളൊരു കാര്യം ഓർക്കണം, 2022-23 ഇന്ത്യയിലെ 24 സംസ്ഥാനങ്ങളിൽ മേജർ വർക്ക്സിൻ്റെ കാര്യത്തിൽ ഏറ്റവും ലോവസ്റ്റായിട്ട് നമ്മൾ നിൽക്കുകയായിരുന്നു. 2020 എന്ന് പറഞ്ഞാൽ അതിന് പണമില്ല.
മേജർ വർക്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ വർക്ക്സാണ് നമ്മൾ പ്രധാനപ്പെട്ട വികസന പ്രോജക്ട്സായിട്ട് കണക്കാക്കുന്നത്. ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങൾ കേരളത്തിൻ്റെ സ്ഥാനം 28ആണ്. അതായത് മൊത്തം ചെലവിൻ്റെ 2% പോലും നമ്മൾ മേജർ വർക്ക്സിന് ചിലവാക്കുന്നില്ല. പല സംസ്ഥാനങ്ങൾ 20-22% ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ചിലവാക്കുന്നത് 2%. CAG റിപ്പോർട്ട് പറയുന്നത് എന്താണെന്നറിയാം, 28 സംസ്ഥാനങ്ങൾ കേരളത്തിൻ്റെ സ്ഥാനം 28ാമത്താണ്, ഏറ്റവും ലോവസ്റ്റ്. അപ്പോൾ ഈ നിലയിൽ നിന്നൊക്കെ നമ്മൾ കരകയറാനുണ്ട്. അപ്പോൾ ഈ നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ന്യായമായിട്ടൊരു പുതിയൊരു സർക്കാരിന് കുറേ സമയം കൊടുക്കണം. എത്രത്തോളമാണ് ഇവർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് കുറേ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു പിക്ചർ നമുക്ക് കിട്ടുള്ളൂ. എന്തായാലും നിലവിലിപ്പോൾ ധനവകുപ്പ് എല്ലാ വകുപ്പുകൾക്കും അവരവരുടെ ചെലവുകൾ കുറയ്ക്കണം എന്നുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അനാവശ്യമായ ചിലവുകൾ കുറച്ചാൽ തന്നെ നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കും എന്നുള്ള നിരീക്ഷണമാണ് വിദഗ്ധരും നിലവിലിപ്പോൾ നടത്തുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.